ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും SS മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെയിൽസ്മാൻ, സെയിൽസ് വുമൺ എന്നിവയിലേക്ക് നടന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഹാൻഡ് എക്സിലേക്ക് നടന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. 1.25 കോടി മലയാളികൾ എന്ന പുസ്തകം എഴുതിയത് ആരാണ്? ആൻസർ ഓപ്ഷൻ സി, EMS നമ്പൂതിരിപ്പാട്. EMS നമ്പൂതിരിപ്പാടിന്റെ പുസ്തകമാണ് 1.25 കോടി മലയാളികൾ എന്നുള്ളത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ PSC ഒഴിവാക്കിയ ക്വസ്റ്റ്യൻ ആണ്, ആവശ്യമില്ല. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഏത് സത്യാഗ്രഹത്തിന്റെ പ്രചാരണത്തിനായാണ് സവർണ ജാഥ നടത്തിയത്? ആൻസർ ഓപ്ഷൻ സി, വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടതാണ് സവർണ ജാഥ. ഇനി നാലാമത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, പള്ളിവാസൽ. കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതിയാണ് പള്ളിവാസൽ. അഞ്ചാമത്തെ ചോദ്യം, വരയാടുകളുടെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള ദേശീയോദ്യാനം ഏതാണെന്നാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ എ, ഇരവികുളം. ആറാമത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യ ബയോളജിക്കൽ പാർക്ക് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, അഗസ്ത്യാർകൂടം. ഏഴാമത്തെ ചോദ്യം, കേരളത്തിൽ കടൽ തീരമുള്ള ജില്ലകളുടെ എണ്ണം എത്രയാണ്? ആൻസർ ഓപ്ഷൻ സി, 9 കടൽ തീരമുള്ള ജില്ലകളാണ് ഉള്ളത്. എട്ടാമത്തെ ചോദ്യം, പുനലൂരിനെയും ചെങ്കോട്ടയെയും ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, ആര്യങ്കാവ് ചുരം. അതുപോലെ തന്നെ 9ാമത്തെ ചോദ്യവും PSC ഒഴിവാക്കിയിട്ടുള്ളതാണ്, നോക്കേണ്ട ആവശ്യമില്ല. 10ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ജൈവ കൃഷി അവലംബിച്ച ആദ്യ സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, സിക്കിമാണ്. സിക്കിമാണ് ഇന്ത്യയിൽ ആദ്യമായി ജൈവ കൃഷി അവലംബിച്ച ആദ്യ സംസ്ഥാനം എന്ന് പറയുന്നത്. 11ാമത്തെ ചോദ്യം, 2016 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആരാണ്? ആൻസർ ഓപ്ഷൻ ഓപ്ഷൻ ബി, സി രാധാകൃഷ്ണൻ. ഓപ്ഷൻ പറഞ്ഞതിൽ മാറിപ്പോയതാണ്. 12ാമത്തെ ചോദ്യം, തക്ഷൻ കുന്ന് സ്വരൂപം എന്ന നോവൽ എഴുതിയത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ, UK കുമാരൻ. അതുപോലെ തന്നെ ഇതിലെ 13ാമത്തെ ചോദ്യം PSC ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി 14ാമത്തെ ചോദ്യമാണ്, തീൻബഗ ഇടനാഴി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, പശ്ചിമ ബംഗാൾ. പശ്ചിമ ബംഗാളിലാണ് തീൻബഗ ഇടനാഴി സ്ഥിതി ചെയ്യുന്നത്. 15ാമത്തെ ചോദ്യം, ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, ഗുജറാത്ത്. 16ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ധാതു നിക്ഷേപമുള്ള സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, ജാർഖണ്ഡ്. 17ാമത്തെ ചോദ്യമാണ് അടുത്തത്, ബ്രിട്ടീഷ് സഹായത്തോടെ ഇന്ത്യയിൽ നിർമ്മിക്കപ്പെട്ട ഉരുക്ക് നിർമ്മാണശാല ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, ദുർഗാപൂർ. 18ാമത്തെ ചോദ്യം, 1961 ഗോവയിലെ സൈനിക പ്രവർത്തന സമയത്തെ പ്രതിരോധ വകുപ്പ് മന്ത്രി ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ സി, VK കൃഷ്ണമേനോൻ. 19ാമത്തെ ചോദ്യം, നീതി ആയോഗിന്റെ അധ്യക്ഷൻ ആരാണ്? ആൻസർ ഓപ്ഷൻ സി, പ്രധാനമന്ത്രി. 20ാമത്തെ ചോദ്യം, ഒളിമ്പിക്സ് ഹോക്കിയിൽ ഇന്ത്യൻ ടീമിനെ നയിച്ച മലയാളി ആരാണ്? ആൻസർ ഓപ്ഷൻ സി, PR ശ്രീജേഷ്. ഇത് ഈ പ്രാവശ്യവും പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. 21ാമത്തെ ചോദ്യം, മുത്തങ്ങ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, വയനാടാണ്. 22ാമത്തെ ചോദ്യം, ഇവയിൽ ഏതാണ് ഹിമാലയൻ താഴ്വരയിൽ അല്ലാത്തത്? ഹിമാലയൻ താഴ്വരയിൽ അല്ലാത്തത് ഏതാണെന്നാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ ബി, ലൂസായി ആണ്. ബാക്കിയുള്ള കുളു, കാംഗ്ര, ഡൂൺ എന്നിവ ഹിമാചലിൽ തന്നെ ഉള്ളതാണ്. 23ാമത്തെ ചോദ്യം, ഗുജറാത്തിലെ റാൻ ഓഫ് കച്ചിൽ സ്ഥിതി ചെയ്യുന്ന തുറമുഖം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, കാണ്ട്ല തുറമുഖമാണ്. 24ാമത്തെ ചോദ്യം, ഇവയിൽ ഏതാണ് മൗലിക അവകാശങ്ങളിൽ പെടാത്തത്? ആൻസർ ഓപ്ഷൻ ഡി, സ്വത്തവകാശം. 25ാമത്തെ ചോദ്യം, ഇന്ത്യൻ ദേശീയ പതാക ആദ്യമായി ഉയർത്തിയത് ആര്? ആൻസർ ഓപ്ഷൻ എ, മാഡം ഭിക്കാജി ഗാമയാണ്. 26ാമത്തെ ചോദ്യം, പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ്? ആൻസർ ഓപ്ഷൻ ബി, റാണി ഗൌരി പാർവതിബായി ആണ്. പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ തിരുവിതാംകൂർ ഭരണാധികാരിയാണ് റാണി ഗൌരി പാർവതിബായി. 27, അരയ സമാജം സ്ഥാപിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി, പണ്ഡിറ്റ് KP കറുപ്പൻ. പണ്ഡിറ്റ് KP കറുപ്പനാണ് അരയ സമാജം സ്ഥാപിച്ചത്. 28ാമത്തെ ചോദ്യം, തണ്ണീർമുക്കം ബണ്ട് സ്ഥിതി ചെയ്യുന്ന കായൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ വേമ്പനാട്ട് കായൽ.
29ാമത്തെ ചോദ്യം സഹോദരൻ അയ്യപ്പൻ സ്മാരകമാണ് ചോദിച്ചിട്ടുള്ളത്. സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ എ ചെറായി. ഇതും ഒരു മാർക്ക് ചെയ്യാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ ആണ്. 30ാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ കാവേരി നദിയുടെ പോഷക നദി അല്ലാത്തത് ഏതാണ്? കാവേരി നദിയുടെ പോഷക നദി അല്ലാത്തത് ഏതാണെന്നാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ ബി പമ്പയാണ്. 31ാമത്തെ ചോദ്യം പണ്ടാരപ്പാട്ട വിളംബരം നടന്ന വർഷം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി 1865. 32ാമത്തെ ചോദ്യം കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ കേന്ദ്രം എന്നറിയപ്പെടുന്ന സ്ഥലം? ആൻസർ ഓപ്ഷൻ ഡി പയ്യന്നൂർ. 33ാമത്തെ ചോദ്യം ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആറ്റിങ്ങൽ കലാപമാണ്. ആറ്റിങ്ങൽ കലാപമാണ് ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം എന്ന് പറയുന്നത്. ഈ 34ാമത്തെ ക്വസ്റ്റ്യനും PSC ഒഴിവാക്കിയ ക്വസ്റ്റ്യൻ ആണ്. 35 ബംഗാളിൽ ബ്രിട്ടീഷ് ഭരണത്തെ എതിർത്ത വർഗക്കാർ ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ സി സന്താളുകളായിരുന്നു ബംഗാളിൽ ബ്രിട്ടീഷുകാരെ എതിർത്ത വർഗക്കാർ എന്ന് പറയുന്നത്. 36ാമത്തെ ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ സർവകലാശാല സ്ഥാപിച്ചത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ എ കൽക്കത്ത. 37 അമൃത ഷെർഗിൽ പ്രശസ്തമായത് ഏത് രംഗത്താണ്? ആൻസർ ഓപ്ഷൻ ഡി ചിത്രരചന. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ പ്രിലിംസിനും വരുമേ, ഏതെങ്കിലും ഒരു പ്രശസ്തയായ ഒരാൾ ഏത് രംഗത്താണ് എന്നുള്ളത്. ഇനി 38ാമത്തെ ചോദ്യം നീൽദർപ്പൺ എന്ന നാടകം രചിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ സി ദീനബന്ധു. ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടതാണ്. 39ാമത്തെ ചോദ്യമാണ് അടുത്തത് ബാലഗംഗാധര തിലകനെ കുറിച്ച് ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന പുസ്തകം എഴുതിയ ബ്രിട്ടീഷുകാരൻ ആരാണ്? ആൻസർ ഓപ്ഷൻ ബി വാലന്റിയൻ ഷിറോൾ ആയിരുന്നു ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന പുസ്തകം എഴുതിയ ബ്രിട്ടീഷുകാരൻ. 40ാമത്തെ ചോദ്യം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ രക്തസാക്ഷി എന്നറിയപ്പെടുന്നത് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി വാഞ്ചി അയ്യർ. വർഷം കൂടി PSC തന്നിട്ടുണ്ട്, അതുകൂടി ശ്രദ്ധിക്കുക. ഇനി ചിലപ്പോൾ നമുക്ക് വർഷമായിരിക്കാൻ ചോദിക്കുക, അതുകൊണ്ട് പറഞ്ഞതാണ്. 41ാമത്തെ ചോദ്യം വിക്രം സാരാഭായ് സ്പേസ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ എ തിരുവനന്തപുരം ജില്ലയിലാണ് വിക്രം സാരാഭായ് സ്പേസ് സെന്റർ സ്ഥിതി ചെയ്യുന്നത്. 42 സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ അംഗങ്ങളിൽ പെടാത്തത് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി പോറ്റി ശ്രീരാമലു. 43ാമത്തെ ചോദ്യം ഭൂമിയിൽ നിന്നും ഏറ്റവും അകലെ എത്തിയ ഇന്ത്യൻ നിർമ്മിത പേടകം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി മംഗളയാൻ. ഇതും നല്ലൊരു ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് എടുക്കാവുന്നതാണ് ഇതിൽ നിന്ന്. ഇനി 44ാമത്തെ ചോദ്യം ദേശീയ സമ്മതിദാന ദിനം എന്നാണ്? ആൻസർ ഓപ്ഷൻ എ ജനുവരി 5. 45 ഗാന്ധിജി ക്വിറ്റ് ഇന്ത്യ എന്ന മുദ്രാവാക്യം മുഴക്കിയ വർഷം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി 1942. ഇനി 46ാമത്തെ ചോദ്യം ചോർച്ച സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവാരാണ്? ആൻസർ ഓപ്ഷൻ എ ദാദാഭായ് നവറോജി. 47ാമത്തെ ചോദ്യമാണ് രാജസ്ഥാനിലെ ഏത് സംഘടനയുടെ പ്രവർത്തനങ്ങളാണ് വിവരാവകാശ നിയമനിർമ്മാണത്തിലേക്ക് നയിച്ചത്? ആൻസർ ഓപ്ഷൻ ബി മസൂർ ശക്തി സംഘടൻ. 48 ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിനായി രൂപം നൽകിയ സ്ഥാപനം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ലോക്പാൽ. 49ാമത്തെ ചോദ്യമാണ് അടുത്തത് ഭരണഘടന അനുവദിച്ചിട്ടുള്ള മൗലികാവകാശങ്ങളുടെ സംരക്ഷണ ചുമതല നിക്ഷിപ്തമായിരിക്കുന്നത് എവിടെയാണെന്നാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ ബി സുപ്രീം കോടതിയിൽ. 50ാമത്തെ ചോദ്യം ഗ്യാസ് സിലിണ്ടർ സബ്സിഡിക്കുള്ള വരുമാന പരിധി എത്രയാണ്? ആൻസർ ഓപ്ഷൻ ബി 10 ലക്ഷം. ഇനി 51ാമത്തെ ചോദ്യമാണ് പത്താൻകോട്ട് വ്യോമത്താവളം സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ്? ആൻസർ ഓപ്ഷൻ ഡി പഞ്ചാബ്. പഞ്ചാബിലാണ് പത്താൻകോട്ട് വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത്. 52 2016 റിയോ ഒളിമ്പിക്സിലെ ഇന്ത്യൻ സംഘത്തിന്റെ ഗുഡ്വിൽ അംബാസിഡർ ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ സി സൽമാൻ ഖാൻ.
53-ാമത്തെ ചോദ്യമാണ് അടുത്തത്. രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ് നേടിയ ആദ്യ വനിത ആരാണ്? ആൻസർ ഓപ്ഷൻ സി കർണ മല്ലേശ്വരി. ഇതും ഒരു മാർക്കബിൾ ക്വസ്റ്റ്യൻ ആണ്. 54-ാമത്തെ ചോദ്യം. വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം? ആൻസർ ഓപ്ഷൻ ഡി 2005. PSCയുടെ സ്ഥിരം ചോദ്യമാണ്. 55. 2017 ദേശീയ ചലച്ചിത്ര അവാർഡിൽ മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി സുരഭി ലക്ഷ്മി. 56. സെന്റ് ആഞ്ചലോസ് കോട്ട സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ ബി കണ്ണൂർ. കണ്ണൂരിലാണ് സെന്റ് ആഞ്ചലോ കോട്ട സ്ഥിതി ചെയ്യുന്നത്. 57. ചിന്നസ്വാമി സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ ഡി ബാംഗ്ലൂരു. അടുത്ത ചോദ്യം PSC ഒഴിവാക്കിയിട്ടുള്ളതാണ്. 58-ാമത്തെ ചോദ്യം PSC ഒഴിവാക്കിയിട്ടുള്ളതാണ്. 59-ാമത്തെ ചോദ്യം. ഇന്ത്യയിൽ ഏറ്റവും അധികം പോഷക നദി ഏത് നദിക്കാണുള്ളത്? ആൻസർ ഓപ്ഷൻ ഡി ഗംഗ. നമ്മൾ ഫസ്റ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ പേപ്പറിലാണെന്ന് തോന്നുന്നു. 6-ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലാണ് തോന്നുന്നു. ഇതേ ക്വസ്റ്റ്യൻ തന്നെ ആവർത്തിച്ചിട്ടുണ്ട്. 60-ാമത്തെ നമ്മളുടെ അവസാനത്തെ ചോദ്യം കൂടിയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏത് സമ്മേളനത്തിലാണ് ദേശീയ ഗാനം ആദ്യമായി പാടിയത്? ആൻസർ ഓപ്ഷൻ ഡി കൊൽക്കത്ത. അപ്പൊ നമ്മൾ ഇവിടെ 60 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു. ഇതിൽ ഏകദേശം 4-5 ക്വസ്റ്റ്യൻ PSC ഒഴിവാക്കിയിട്ടുണ്ട്. അതൊഴിച്ചുള്ള മാർക്ക് എത്രയാണോ നിങ്ങൾക്ക് കിട്ടിയത് അത് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.